സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മാനസ മനോജ് കൂടി ചേരുന്നുണ്ട്. മാനസ, പുതുക്കിയ അലർട്ട് വന്നോ? ഏതൊക്കെ ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളത്? ആര്യ, സംസ്ഥാനത്ത് ശക്തമായ രീതിയിലുള്ള മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്. നിലവിൽ 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. അതായത് അതിശക്തമായ മഴ സാധ്യതയാണ് ഈ ഓറഞ്ച് അലർട്ട് കൊണ്ട് അറിയിക്കുന്നത്. 7 ജില്ലകൾ എന്ന് പറയുമ്പോൾ തൃശൂർ, എറണാകുളം, അതോടൊപ്പം തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ബാക്കിയുള്ള 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. ഈ ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിലൊക്കെയും തന്നെ ശക്തമായ രീതിയിൽ മഴ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ്. അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ രീതിയിലുള്ള മഴ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം മഞ്ഞ അലർട്ടുള്ള ജില്ലകളിൽ നേരിയ രീതിയിലുള്ള മഴയും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വരും ദിവസങ്ങളിലും മഴയുടെ തീവ്രത കൂടാനുള്ള സാഹചര്യവും അല്ലെങ്കിൽ സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം ശക്തമായ രീതിയിലുള്ള കാറ്റ്, അതായത് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റിനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങളടക്കമുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ നദീതീരത്തും അതോടൊപ്പം തന്നെ കേരള തീരത്തും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നദീതീരങ്ങളിലും തീരപ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഉള്ളത്. അപകടകരമായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അധികൃതരെ അറിയിച്ച നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പുമുണ്ട്. നിലവിൽ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. ചില ചെറു വള്ളങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുമ്പോഴൊക്കെയും തന്നെ വള്ളം അപകടത്തിൽപ്പെടുന്ന ഒരു പ്രവണതയും നിലവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുമുണ്ട്. ആര്യ, ശരി. മാനസ മനോജാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.